പങ്കുചേരുന്നത്. ആദ്യം ശ്രീ ജോർജ് കുര്യൻ, നെറ്റോ പിതാവ്, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ മാർ തോമസ് തറയിൽ, രണ്ടുപേരുടെയും പ്രതികരണം കേട്ടല്ലോ. ആർക്കുള്ള മറുപടിയാണ് ഇരുവരും പറയുന്നത്? വേണു, അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ, അവരഭിപ്രായം പറയട്ടെ. തീർച്ചയായിട്ടും അവർ ജനങ്ങളോടാണ് പറയുന്നത്. ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു. അവരെന്തുകൊണ്ട് പറയുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ഭീകരവാദികളിൽ നിന്ന് ആക്രമണം ഏറ്റുവാങ്ങിയിരുന്നു. പാലാ ബിഷപ്പിനെതിരെ 2021 സെപ്റ്റംബർ മാസത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു പ്രകടനവും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തലും ഉണ്ടായത്. അത് പാലായുടെ മണ്ണിലാണ്, അതെല്ലാവർക്കും മനസ്സിലാവും. അന്ന് ഞങ്ങൾ പറഞ്ഞു, 1 വർഷത്തിനുള്ളിൽ ഇതിന് ഞങ്ങൾ പരിഹാരം കാണും എന്ന് പറഞ്ഞു. അന്ന് എല്ലാവരും ആക്ഷേപിച്ചു. വേണു ഓർക്കുന്നുണ്ടാകും, അന്ന് ചർച്ചകളിൽ അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ്. BJPക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആ തീവ്രവാദി സംഘടനയ്ക്കൊപ്പമായിരുന്നു, മോഡിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. 2022 സെപ്റ്റംബർ മാസത്തിൽ ആ ഭീകരവാദത്തിന് നേതൃത്വം കൊടുത്തവർ നേരം വെളുത്ത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവർ ഡൽഹിയിലായിരുന്നു. ആ ഭീകര സംഘടനയെ നിരോധിച്ചു. അത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകും. ആ ഭീകര സംഘടനയെ നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് എന്നെ കേൾക്കുന്ന ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് മനസ്സിലാവും. അതാണ് ഞങ്ങൾ കൊടുക്കുവാൻ പോകുന്ന സന്ദേശം. തീർച്ചയായിട്ടും ലവ് ജിഹാദിന്റെ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതെന്ന്. പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ച സംഭവം വേണു 24 അത് നോർത്ത് ഈസ്റ്റിലോ നോർത്ത് ഇന്ത്യയിലോ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് 10 ദിവസം തുടർച്ചയായിട്ട് അത് ചർച്ച ചെയ്യുമായിരുന്നു. ഒരു വൈദികനെ വണ്ടി ഇടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ച. ഭയത്തിലാണ്, ഭയത്തിൽ ജനങ്ങൾ ജീവിക്കുകയാണ്, വൈദികരെ ആക്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകുമായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കൂടി ഒരു നിയമമുണ്ടാക്കി. വേണു, ഞാൻ നേരിട്ട് കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടതാണ് ഡൽഹിയിൽ. അവരുടെ അവസ്ഥ ഞാൻ കണ്ടതാണ്. ആ സഹോദരന്റെ വേദനയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്ത്യാനിയായിട്ടുള്ള, ഹിന്ദുവായിട്ടുള്ള, അതുപോലെ തന്നെ സിഖുകാരനും ബുദ്ധിസ്റ്റും ജൈനും ഒക്കെ ആയിട്ടുള്ളവരുടെ വേദന, അവിടെ മതപീഡനം അനുഭവിച്ചവരുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു. തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് അത് മനസ്സിലാകുക തന്നെ ചെയ്യും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും CAA എന്ന് പറയുന്നത് ഭാരതത്തിലെ ഒരു സഹോദരനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. ഭാരതത്തിലെ ഒരു സഹോദരനും വേദന ഉണ്ടാവില്ല. ഭാരതത്തിലെ പൗരന്മാരായിട്ടുള്ള ഒരു സഹോദരനും വേദന ഉണ്ടാവില്ല. അതുണ്ടാകുന്നു എങ്കിൽ ആ 3 സംസ്ഥാനത്ത് നിന്നുള്ള 3 രാജ്യങ്ങളിൽ നിന്നുള്ള വേറെ ആർക്കെങ്കിലും ആയിരിക്കും, അവരോട്ട് ഇങ്ങോട്ട് വന്നിട്ടുമില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ CAA പറ്റിയുള്ള ചർച്ച? വേണു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പാലസ്തീനെ പറ്റി ചർച്ച ചെയ്തില്ലേ? എന്തേ മിണ്ടാത്തത്? ഈ ഭീകര സംഘടനകള് അവരുടെ ഒരു ആവശ്യമായിരുന്നു ആ പാലസ്തീൻ സംഘടനയോട് ഇന്ത്യയുടെ സഹായം സ്വീകരിക്കരുതെന്ന്. അവർ ഇന്ത്യയുടെ സഹായം സ്വീകരിച്ചു. അപ്പോഴ് ഭീകര സംഘടന പിന്മാറി. കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും നാക്കടച്ചു. നമുക്ക് വേദനയുണ്ടാകുന്നില്ലേ? ആ പാലസ്തീനിലെ ആ ദുരന്തം കാണപ്പോൾ ഇപ്പോൾ വേദനയുണ്ടാകുന്നില്ലേ എല്ലാ പത്രത്തിലും? എന്തേ മുഖ്യമന്ത്രി, എന്തേ പ്രതിപക്ഷ നേതാവേ, എന്തേ പാലസ്തീനിലെ പറ്റി പറയുന്നില്ല? ഇന്ത്യയുടെ സഹായം സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്, മോഡിയുടെ അല്ല, ഇന്ത്യയുടെ സഹായം സ്വീകരിച്ചതുകൊണ്ട് അവർ മിണ്ടുന്നില്ല. കൊല്ലുവാണെ കൊന്നോളൂ എന്നാണ് പറയുന്നത്. ഇതെങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? ഇതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, ഞങ്ങൾ ആരോടും മറുപടി പറയുന്നില്ല. ശ്രീ ജോർജ്, ഞാൻ അങ്ങനെ